കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിക്കണമെന്ന ഉത്തരവ് പിൻവലിക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. 5 ദിവസത്തെ ശമ്പളം നൽകാനായിരുന്നു ഉത്തരവ്. ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, എന്താണ് ഈ ദുരൂഹത എന്ന് ഗതാഗത മന്ത്രി വിശദീകരിക്കുന്നുണ്ടോ? കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നായിരുന്നു ഉത്തരവ്. ആ ഉത്തരവ് വിവാദമായിരുന്നു. ഉത്തരവിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് അടിയന്തരമായിട്ട് ഉത്തരവ് പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കെ.എസ്.ആർ.ടി.സി CMD-ക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. പക്ഷെ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഉത്തരവിറക്കിയത്, സർക്കുലർ ഇറക്കിയത് CMD തന്നെയാണ്. CMD ഇറക്കിയ സർക്കുലറിൽ CMD-യോട് തന്നെ അന്വേഷണം നടത്താനാണ് മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിന് ശേഷമായിരുന്നു ഒറ്റ ഗഡുവായി കെ.എസ്.ആർ.ടി.സിയിൽ ശമ്പളം വിതരണം ചെയ്തത്. അതിൽ നിന്ന് ഒരു ഭാഗമാണ് ഇത്തരത്തിൽ സാലറി ചാലഞ്ചിന് നൽകണമെന്ന് ഒരു നിർദ്ദേശം ഉത്തരവ് വന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, എതിർപ്പ് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ പ്രകടിപ്പിച്ചിരുന്നു. അത് വിവാദമായതിനെ തുടർന്നാണ് മന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതും ഉത്തരവ് ഉടൻ തന്നെ പിൻവലിക്കണമെന്ന ഒരു നിർദ്ദേശം CMD-ക്ക് തന്നെ നൽകിയിരിക്കുന്നതും അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നതും. ശരി സൂര്യ, കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന ഉത്തരവ് പിൻവലിക്കാനാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.